നിയമസഭയിൽ PM ശ്രീ പദ്ധതി സഭയിൽ ഉയർത്താനൊരുങ്ങി പ്രതിപക്ഷം. അടിയന്തര പ്രമേയമായി വിഷയം ഉന്നയിക്കാനാണ് തീരുമാനം. പി പ്രസാദ് MLA ആണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഷീജയുണ്ട്. ഷീജ, PM ശ്രീ പദ്ധതി നിയമസഭയിൽ ഉന്നയിക്കാനൊരുങ്ങുകയാണോ പ്രതിപക്ഷം? ഇന്ന് അടിയന്തര പ്രമേയത്തിന് ഈ വിഷയമാണോ നോട്ടീസായി നൽകിയിരിക്കുന്നത്? തീർച്ചയായും മനു, ഏതായാലും PM ശ്രീ പദ്ധതിയുമായി മുന്നോട്ട് പോകാനുള്ള സർക്കാരിന്റെ തീരുമാനം അതിൽ നിന്ന് സർക്കാർ പിന്നോട്ട് പോകുക എന്നാവശ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് ഇന്നിപ്പോൾ പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഈ വിഷയത്തിൽ കൃത്യമായ രീതിയിൽ തന്നെ നിലപാടെടുത്ത് മുന്നോട്ട് പോകണം എന്നുള്ളതാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം. കാരണം PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർക്കാരിന്റെ ഒരു നിലപാടെന്ന് പറയുന്നത് അത് കഴിഞ്ഞ സർക്കാരിന്റെ തലയിലേക്ക് വെക്കുക എന്നുള്ളതാണ്. കഴിഞ്ഞ സർക്കാർ ഒരു MOU ഒപ്പുവെച്ചതുകൊണ്ട് അത് പൂർണ്ണമായും കഴിഞ്ഞ സർക്കാരിന്റെ തലയിൽ വെച്ച് ആ പദ്ധതിയിൽ നിന്നും പിന്നോട്ട് പോകാൻ സാധിക്കില്ല എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങളാണ്. അത് അങ്ങനെയല്ല. എന്താണ് PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട അതിന്റെ വസ്തുത? അതിൽ പൂർണ്ണമായും ഈ സർക്കാരിന് വേണ്ട എന്നുള്ളൊരു തീരുമാനം എടുത്ത് കേന്ദ്രത്തെ അറിയിക്കാവുന്നതാണ്. അതിൽ ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുമില്ല. അതിൽ ആ രീതിയിൽ തന്നെ സർക്കാരിന് മുന്നോട്ട് പോകാൻ സാധിക്കും. പക്ഷേ UDF സർക്കാരാകട്ടെ ഇതിനെ ഒരു കഴിഞ്ഞ സർക്കാർ ഒരു MOUന്റെ ആദ്യഘട്ടം ഒപ്പിട്ടു എന്ന് പറഞ്ഞതുകൊണ്ട് അതിനെ ഉപയോഗിച്ച് PM ശ്രീ പദ്ധതിയിൽ പൂർണ്ണമായും കേന്ദ്രത്തിന് മുന്നിൽ അടിയറവ് വയ്ക്കുന്ന സമീപനവുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനം എന്നുള്ളതാണ് പ്രതിപക്ഷം പ്രധാനമായും ഉന്നയിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയത്തിൽ ഇപ്പോൾ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിരിക്കുന്നത്. സ്വാഭാവികമായും ഇതിൽ എന്തായിരിക്കും സർക്കാരിന്റെ മറുപടി എന്നുള്ളത് തന്നെയാണ് അറിയേണ്ടത്. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പറഞ്ഞ രീതിയിലുള്ള ഒരു മറുപടി തന്നെയായിരിക്കും സ്വാഭാവികമായും വിദ്യാഭ്യാസ മന്ത്രിയും പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഷംസുദ്ദീനും പറയാൻ സാധ്യത എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ പദ്ധതിയിൽ നിന്ന് പിന്നോട്ട് പോകുന്നതടക്കമുള്ള നടപടികൾ ഏതായാലും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകില്ല എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ മറുപടിയിൽ നിന്ന് വ്യക്തമാകുന്നത്. കാരണം ഇന്ന് കഴിഞ്ഞ മന്ത്രിസഭാ യോഗം തീരുമാനിച്ച PM ശ്രീയുമായി ബന്ധപ്പെട്ടിട്ടുള്ള മന്ത്രിസഭാ ഉപസമിതിയുടെ യോഗമടക്കം ചേരുന്നുണ്ട്. ഇന്ന് ഈ സഭാ നടപടികൾ പൂർത്തിയായതിനു ശേഷം ഈ PM ശ്രീയുടെ മന്ത്രിസഭാ ഉപസമിതി ചേരും. ആ ഉപസമിതിയുടെ തീരുമാനം അവർ കേന്ദ്രത്തെ അറിയിക്കുക എന്നുള്ളതാണ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും ആ പദ്ധതിയുമായി മുന്നോട്ട് പോകാനുള്ള നടപടികളിലേക്ക് കൂടി സർക്കാർ ഇന്നു മുതൽ കടക്കുകയാണ്. ആ ഒരു ഘട്ടത്തിൽ തന്നെയാണ് ഈ നിർണായകമായിട്ടുള്ള വിഷയം സഭയിൽ കൂടി ഇന്നിപ്പോൾ പ്രതിപക്ഷം ഉയർത്തുന്നത്. മനു, ഷീജ, അങ്ങനെയാണെങ്കിൽ പ്രകടമായ രണ്ട് വ്യത്യാസമുണ്ട്. കഴിഞ്ഞ LDF സർക്കാരിന്റെ കാലത്ത് PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഒരു മന്ത്രിസഭാ ഉപസമിതി രൂപീകരിച്ചിരുന്നു. ആ ഉപസമിതിയുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ഈ പദ്ധതി നടപ്പാക്കാതിരിക്കുക എന്നതായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ UDF സർക്കാരിന്റെ കാലത്ത് ഒരു ഉപസമിതി വന്നിരിക്കുകയാണ്. ആ ഉപസമിതിയുടെ ലക്ഷ്യം എന്താണ്? ഈ പദ്ധതി എങ്ങനെ നടപ്പാക്കാം എന്ന് പഠിക്കുക, ആ റിപ്പോർട്ട് സമർപ്പിക്കുക എന്നതാണ്. ഈ UDF സർക്കാർ, മുഖ്യമന്ത്രി VD സതീശൻ യൂട്ടേൺ അടിച്ചൊരു വിഷയം കൂടിയാണല്ലോ PM ശ്രീ എന്ന് പറയുന്നത്. ഇത് നടപ്പിലാക്കില്ല എന്നാണല്ലോ പ്രതിപക്ഷം ഇരുന്നപ്പോൾ പറഞ്ഞത്. അറബിക്കടലിൽ എറിയുമെന്നായിരുന്നല്ലോ മുസ്ലിം ലീഗ് പറഞ്ഞത്. ഇതൊക്കെ ഇനി സ്വന്തം അണികളെ ഇവർക്ക് പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ കഴിയുമോ ഷീജ? അത് നമ്മൾ എങ്ങനെ കാണണം? തീർച്ചയായും മനു, അതായത് ഈ വിഷയത്തിൽ മനു സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് മുഖ്യമന്ത്രിയാകട്ടെ ഘടകകക്ഷി നേതാക്കളാകട്ടെ എല്ലാവരും PM ശ്രീയുമായി ബന്ധപ്പെട്ട് എന്താണോ തെരഞ്ഞെടുപ്പിന് മുൻപ് പറഞ്ഞിരുന്നത് അതിൽ നിന്നും പൂർണ്ണമായും അവർക്ക് യൂട്ടേൺ അടിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ്. അത് ഇപ്പോൾ മുസ്ലിം ലീഗിന് പോലും ഈ മുഖ്യമന്ത്രിയുടെ തീരുമാനം അതിൽ നിന്ന് പിന്നോട്ട് പോകാൻ സാധിക്കാത്ത ഒരു സാഹചര്യത്തിൽ അതിനെ അനുകൂലിക്കുന്ന സമീപനം എന്നുള്ളതാണ് മുസ്ലിം ലീഗിന്റെ ഒരു നിലപാട്. പക്ഷെ ആരും അത് പരസ്യമായി അവരുടെ അതൃപ്തി വ്യക്തമാക്കുന്നുമില്ല. ഏതായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രി കൃത്യമായ നൽകിയിട്ടുള്ള ഒരു നിർദ്ദേശം ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് സ്വാഭാവികമായും ഇന്ന് മന്ത്രിസഭാ ഉപസമിതി അടക്കം ചേരുന്നത്. ഈ ഉപസമിതിയുടെ പരിശോധന മനു സൂചിപ്പിച്ചതുപോലെ 2 ഉപസമിതി ഉണ്ടായിരുന്നു. കഴിഞ്ഞ ഉപസമിതി എന്താണ് പരിശോധിച്ചത്? ഈ പദ്ധതിയിൽ നിന്നും പിന്നോട്ട് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനമെടുത്ത് കേന്ദ്രത്തെ അറിയിക്കുക എന്നുള്ളതാണ്. പക്ഷേ ഈ UDF സർക്കാരിന്റെ ഉപസമിതിയുടെ നിലപാടെന്ന് പറയുന്നത് ഇത് ഏതൊക്കെ രീതിയിൽ സംസ്ഥാനത്ത് നടപ്പിലാക്കാം എന്നുള്ളത് തീരുമാനിച്ച് കേന്ദ്രത്തെ അറിയിക്കുക എന്നുള്ളതാണ്. അപ്പോൾ പൂർണ്ണമായും PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ട് കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് മറ്റ് നിബന്ധനകൾക്കൊന്നും തന്നെ സംസ്ഥാനത്തിന് സാധിക്കുകയില്ല. കേന്ദ്രം എന്ത് പറയുന്നോ അതിനനുസരിച്ചുള്ള തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. അതിനപ്പുറത്തേക്ക് അതിൽ കൂടുതൽ ഇടപെടൽ നടത്തുന്നതിന് സംസ്ഥാനത്തിന്റെ തലത്തിൽ നിന്നുകൊണ്ട് ഇടപെടാനുള്ള അവകാശമടക്കം അതിൽ ഇല്ല എന്നുള്ളത് ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അതൊക്കെ നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് സർക്കാരിന്റെ ഈ ഒരു തീരുമാനം എന്നുള്ളതാണ്. അതുകൊണ്ട് ഏത് രീതിയിൽ അത് അണികൾക്ക് ഉൾക്കൊള്ളാൻ സാധിക്കും എന്നുള്ളത് ഇതുവരെയും വ്യക്തമല്ല. ഒപ്പം തന്നെ ജനങ്ങൾക്കും ഇത് ഏത് രീതിയിൽ ഈ നടപടിയെ ഉൾക്കൊള്ളാൻ സാധിക്കും. കാരണം പ്രതിപക്ഷത്തിരുന്നപ്പോൾ പറഞ്ഞതിൽ നിന്നും പൂർണ്ണമായും യൂട്ടേൺ അടിച്ചുകൊണ്ടാണ് ഈ PM ശ്രീ പദ്ധതിയിൽ ഇപ്പോൾ ഭരണത്തിലേക്ക് വന്നപ്പോൾ UDF മുന്നോട്ട് പോകുന്നത്. സ്വാഭാവികമായും ജനങ്ങളടക്കം ഇതിലുള്ള ആശങ്ക, അതോടൊപ്പം തന്നെ ഓരോ വിദ്യാർത്ഥികളുമുള്ള കുടുംബങ്ങൾക്ക് ഉയരുന്ന ആശങ്ക അതെല്ലാം നിലനിൽക്കുന്നുണ്ട്. അതൊക്കെ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകാനുള്ള സർക്കാരിന്റെ തീരുമാനവും. മനു,
ശരി, ഓക്കെ, താങ്ക് യു ഷീജ. ഷീജയാണ് നിയമസഭയ്ക്ക് മുന്നിൽ നിന്നായി സമഗ്രമായ വിവരങ്ങൾ നമുക്ക് നൽകിയത്.